गुरु ब्रह्मा गुरु विष्णु गुरुदेवो ईश्वर गुरु साक्षात् परब्रह्म तस्मै श्री गुरवे शिवात्मानं शिवोत्तमं शिवमानप्रणीतारं प्रणतोऽस्मि सदा सर्वमङ्गलमाङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके गौरी नारायणि नमोस्तुते मनोजवद्वारितुल्यमे जितेन्द्रियं बुद्धिमतां वरिष्ठं वागात्मजं वानरयूथमुख्यं श्रीरामदूतं शिरसा श्रीराम रामीति रमे रामे मनोरमे सहस्रनामतत्तुल्यं രാമനാമവരാമേ. എല്ലാവർക്കും നമസ്കാരം. ശ്രീരാമ രാമ രാമേ രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമവരാമേ. നമ്മൾ എല്ലാവരും വിഷ്ണു സഹസ്രനാമത്തിൽ എപ്പോഴും പാരായണം ചെയ്യുന്ന വാക്കുകളാണ്. ശ്രീരാമനാമത്തിൻ്റെ മഹത്വമാണ് ഈ വാക്ക് പറയുന്നത്. സഹസ്രനാമം മുഴുവൻ കേട്ടതിന് ശേഷം ഭഗവാൻ പരമേശ്വരനോട് ചോദിക്കുകയാണ്, അല്ലയോ പരമേശ്വര, എല്ലാവർക്കും ഇത് മുഴുവൻ പറയാൻ എപ്പോഴും സമയമുണ്ടായിരിക്കില്ല. അപ്പോൾ ചുരുക്കി കേനോപായേന ലഘുന വിഷ്ണുനാമ സഹസ്രം, വിഷ്ണുനാമ സഹസ്രം മുഴുവൻ പറയാൻ കഴിയാത്തവർ ചുരുക്കിയിട്ട്, നമ്മളെല്ലാത്തിനും അങ്ങനെ ചുരുക്കി രാമായണമായാലും ഭാഗവതമായാലും ചുരുക്കി 4 ശ്ലോകങ്ങളിലേക്ക് പറയാറുണ്ട്. ഇങ്ങനെ ചുരുക്കി പറഞ്ഞു തരൂ എന്ന ഭഗവാനെ എന്ന് പറയുമ്പോൾ ആ ഭഗവാൻ ദേവിയോട് വളരെ പുരാണങ്ങളിലെല്ലാം നമുക്ക് കാണാം, വളരെ സംബോധന ചെയ്യുന്നത് തന്നെ വളരെ ബഹുമാനത്തോട് വിശേഷത്തോടു കൂടി. അല്ലയോ മനോരമേ, ശ്രീരാമനാമം മതി, രാമ എന്നുള്ളൊരു നാമം മതി സഹസ്രനാമത്തിൽ മുഴുവൻ തുല്യമായി എന്ന് പറയുകയാണ്. ശ്രീരാമനാമത്തിൻ്റെ മഹത്വമാണ് ആ 2 വരികളിൽ പറയുന്നത്. അത്രയ്ക്കും മഹത്വമേറിയതാണ് ശ്രീരാമനാമം എന്ന് ദേവിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതേ ദേവി നമ്മൾ അധ്യാത്മ രാമായണത്തിൽ കാണാം. ആദ്യം മുഴുവൻ കഥയും എനിക്ക് പറഞ്ഞു തരും. അവരുടെ വിവാഹത്തിൻ്റെ ആദ്യ നാളാണത്. അപ്പോൾ ദേവി ചോദിക്കുകയാണ്, അല്ലയോ ഭഗവാനെ, എനിക്ക് ശ്രീരാമൻ്റെ തത്വം പറഞ്ഞു തരൂ, ഞാനതിന് യോഗ്യയാണെങ്കിൽ. ഇത്രയ്ക്കും ദേവി പറയുകയാണ്, ആ ശ്രീരാമകഥ കേൾക്കാൻ ഞാൻ യോഗ്യയാണെങ്കിൽ എനിക്ക് ശ്രീരാമകഥ പറഞ്ഞു തരൂ എന്ന് നമുക്ക് അധ്യാത്മരാമായണം പാരായണം ചെയ്യുമ്പോൾ കാണാം. ആദ്യം പറഞ്ഞു തരൂ എന്ന് പറയുമ്പോൾ പരമേശ്വരൻ നീ മാത്രമാണ്, ആരാണ് ചോദിക്കുന്നത് അവർക്ക് മാത്രമേ പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ, നീ തന്നെയാണ് അതിന് പരമയോഗ്യ എന്ന് പറഞ്ഞുകൊണ്ട് ചുരുക്കിയിട്ട് ശ്രീരാമദേവൻ ലക്ഷ്മണൻ ഹനുമാൻ ഉപദേശിച്ചു കൊടുക്കുന്ന മാതിരി സീതാദേവിയോട് പറഞ്ഞത് രാമായണം മുഴുവൻ ചുരുക്കി 2-3 പേജുകളിലായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അതേ ദേവി പറയുകയാണ്, ഇത് കേട്ടാൽ സാധാരണക്കാർക്ക് മനസ്സിലാവുകയില്ല, അതുകൊണ്ട് അല്ലയോ ഭഗവാനെ ഇത് കുറച്ച് വിശദമാക്കി പറഞ്ഞു തരും. അങ്ങനെ പറയുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്ന രാമായണം മുഴുവൻ. അത്രയ്ക്കും മഹത്വമേറിയതാണ് രാമായണം. എന്തെന്നാൽ രാമ എന്നുള്ള ആ വാക്ക് നമ്മുടെ പാപങ്ങളെയൊക്കെ നശിപ്പിക്കും എന്നാണ് പറയുന്നത്. ശ്രീരാമന്റെ ആ നാമം, രാമ എന്നുള്ള നാമം നമ്മെ ശക്തിയാണ് രാമായണം. രാമ എന്ന നാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഉള്ളിലുള്ള പരമാത്മാവിൻ്റെ പൊരുൾ. ഏതൊരു പൊരുളിലാണോ നമ്മൾ ജീവനോടെ ഇരിക്കുന്നത്, ഏതൊരു ശക്തിയാണോ നമ്മളെ നിലനിർത്തുന്നത്, ആ ശക്തിക്കാണ് രാമ എന്ന് പറയുന്നത്. ആ രാമനില്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല. നമ്മുടെ ഉള്ളിൽ നാം ഇപ്പോൾ അഹങ്കരിക്കുന്ന ഈ ജീവനും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ
ആ രാമൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ ആ രാമനെ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് അത്ര എളുപ്പമല്ല. രാമനെ നമ്മൾ അറിയണമെങ്കിൽ, നമ്മുടെ ഉള്ളിലുള്ള ആ രാമസ്വരൂപത്തെ നാം അറിയണമെങ്കിൽ നമുക്ക് ആ ഭഗവാന്റെ കൃപ തന്നെ ഉണ്ടാകണം. കൃപയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭക്തി ഉണ്ടാവുകയുള്ളൂ. ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ ഭഗവാനെ അറിയുള്ളൂ. അങ്ങനെ ഭക്തി എപ്രകാരം ഉണ്ടാക്കാം, ഇങ്ങനെ ഓരോരോ നിലയിലുള്ളവർക്ക്, മതനിലയിലുള്ളവർക്ക് എപ്രകാരം ആ ഭഗവാനോട് ചേരാൻ പറ്റും എന്ന് കാണിക്കുന്നതാണ് നമ്മുടെ അധ്യാത്മ ഗ്രന്ഥങ്ങളെല്ലാം. ഭാഗവതമായാലും രാമായണമായാലും മറ്റുള്ള ഗ്രന്ഥങ്ങളൊക്കെ ആയാലും എല്ലാം നമ്മെ എപ്രകാരം ഭഗവാനിലേക്ക് ഉയർത്താം എന്ന് പറഞ്ഞ് കാണിച്ചു തരുന്നതാണ്. ഇപ്പോൾ രാമായണത്തിൽ കാണാം ഹനുമാന്റെ ആ ഭക്തി, ഭഗവാനോടുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഭക്തി ഉണ്ടാവുകയുള്ളൂ. ഭക്തി ഭഗവാനെ അറിയലാണ്. നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഭഗവാനാണ് എന്നൊക്കെ പറഞ്ഞാലും ഭക്തി ഉണ്ടാവണമെങ്കിലും ആ ഭഗവാന്റെ കൃപ വേണം. ഭക്തിയുടെ ആ ബീജം നമ്മളിൽ ഭഗവാൻ നിക്ഷേപിക്കണമെങ്കിൽ നമുക്കതിനുള്ള അർഹത ഉണ്ടാകണം. നമ്മളിങ്ങനെ അമ്പലത്തിൽ വന്ന് തൊഴുകുന്നതും വഴിപാട് ചെയ്യുന്നതും ഒന്നുമല്ല ഭക്തി. ഭക്തി എന്ന് പറഞ്ഞാൽ യഥാർത്ഥ പൂർണ്ണ വിശ്വാസത്തോടുകൂടി നമ്മുടെ ഉള്ളിൽ ആ ഭഗവാനെ കുടിയിരുത്താൻ സാധിക്കും. അതിനാണ് ഭക്തി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ആ ഭഗവാൻ നമ്മളുടെ ഉള്ളിൽ ആ ബീജം നിക്ഷേപിക്കണമെങ്കിൽ നമുക്കതിനുള്ള ഒരു ഒരുക്കങ്ങൾ നമ്മളെ ഒരുങ്ങിയിരിക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ അത് ഭഗവാൻ ആ ബീജം നിക്ഷേപിക്കുകയുള്ളൂ. എപ്രകാരം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വയലിൽ നമ്മൾ വിത്തിടുന്നതിന് വെറുതെ കാട്ടിൽ കൊണ്ടുപോയി വിട്ടിട്ടാൽ അത് വളരില്ല. അതേസമയം അത് ഉഴുത് അതിലുള്ള കളകളൊക്കെ മാറ്റി അതിൽ വളമിട്ട് അങ്ങനെയൊക്കെ ചെയ്താൽ ആ വീഴുന്ന വിത്ത് അത് വളർന്ന് നന്നായി വരും. അപ്രകാരം നാം നമ്മളിലുള്ള എല്ലാ കൽമഷവും അകറ്റിയാൽ മാത്രമേ ആ ഭക്തിയുടെ ബീജം ഭഗവാന്റെ കൃപയുണ്ടാവുകയുള്ളൂ. ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ ഭക്തിയുടെ ബീജം നമ്മളിൽ നിക്ഷിപ്തമാവുകയുള്ളൂ. അപ്പോൾ കൽമഷം എന്ന് പറയുന്നത് കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, ഈ ആറാണ് ഏറ്റവും മുഖ്യമായിട്ട് എടുത്തു കളയേണ്ട ആദ്യത്തെ. അത് കളഞ്ഞ് നമ്മുടെ മനസ്സ് ശുദ്ധമാക്കി നല്ലവണ്ണം കലപ്പ കൊണ്ടുഴഞ്ഞ് പിന്നീട് അതിൽ ഈ വല്ലാത്തതായിട്ട് നിൽക്കുന്ന കാട്ടുവള്ളി എന്ന് പറയില്ല, മുള്ളെല്ലാം ഉള്ള കാട്ടുവള്ളി പോലത്തെ സാധനം, അത് കുറച്ചുണ്ടെങ്കിൽ പോലും പിന്നീട് തഴച്ചു വളരും. അതാണ് അഹങ്കാരം. അഹങ്കാരവും അഹംഭാവവും അസൂയയും അത് തീരെ അടിയോടുകൂടി ഇല്ലാതാക്കിയാൽ മാത്രമേ നമ്മൾ ആ ഭഗവാന്റെ കൃപ ചൊല്ലുകയുള്ളൂ. ആ കൃപയുണ്ടെങ്കിൽ മാത്രമേ ഭക്തിയും ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ഒരു ഭക്തി ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ ഭക്തിയെ ഉയർത്തിക്കൊണ്ടുവരുവാനാണ് നമ്മുടെ എല്ലാ ആധ്യാത്മ ഗ്രന്ഥങ്ങളും. അപ്പോൾ ആധ്യാത്മ ഗ്രന്ഥങ്ങളൊക്കെ നമ്മൾ എടുക്കുന്നതിന് മുന്നേ നമ്മൾ ഇപ്രകാരം നമ്മളിലുള്ള എല്ലാ 6 ദുഷ്ട സ്വഭാവങ്ങളും ഇല്ലാതാക്കണം. അതിനുശേഷം അഹങ്കാരവും അസൂയയും ഒക്കെ ഇല്ലാതാക്കിയാൽ മാത്രമേ നമുക്ക് ഭക്തിയുടെ അടിത്തറ ഉണ്ടാവുകയുള്ളൂ. അതിനുശേഷം വേണം ഭക്തി ഭഗവാൻ കൃപ ചെയ്തിന് നമ്മളിൽ ഭക്തി ഉണ്ടാകുക. ഭക്തി കൊണ്ട് എന്താണ് കാര്യം എന്ന് പറഞ്ഞാൽ, ഭക്തി ഉണ്ടാകുമ്പോൾ നമുക്ക് ജ്ഞാനം ലഭിക്കും. ജ്ഞാനത്തിലൂടെ വൈരാഗ്യവും വരും. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ലൗകികത്തോടുള്ള ആസക്തി. ലൗകികം ചെയ്യേണ്ടില്ല എന്നല്ല പറയുന്നത്, ഈ ലൗകിക ജീവിതത്തിനോടുള്ള അതിയായ ആസക്തി നമുക്ക് ഇല്ലാതാകും. ഭക്തി കൊണ്ട് കഴിഞ്ഞാൽ അത് വേണം, ഇത് വേണം, ഇത് വേണം, അങ്ങനെ ഒരു അധികമായിട്ടുള്ള ആസക്തി ലൗകികത്തോട് ഇല്ലാതിരിക്കുകയും എവിടെയാണോ ഭഗവത് കഥകൾ ഉണ്ടാകുന്നത്, എവിടെയാണോ ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിക്കുന്നത് അവിടെയൊക്കെ പോകാനൊരു ഇഷ്ടം തോന്നുകയും ആ ഭക്തിയിലൂടെ നമുക്ക് ജ്ഞാനം ലഭിക്കുകയും ഇങ്ങനെ കഥകൾ പറയുന്ന സ്ഥലത്തും സപ്താഹം നടത്തുന്ന സ്ഥലത്തും പ്രഭാഷണം നടത്തുന്ന സ്ഥലത്തും ഒക്കെ പോകാനുള്ള ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടാകും. അങ്ങനെ നമ്മൾ അതിനൊക്കെ പോകുമ്പോൾ ക്രമേണ ഭക്തി വർദ്ധിച്ച് ഭക്തിയിലൂടെ ജ്ഞാനത്തിലൂടെ വൈരാഗ്യവും ഉണ്ടാകും. ഇങ്ങനെ ഇത് മൂന്നും ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് മോക്ഷം ലഭിക്കും. മോക്ഷം എന്ന് പറഞ്ഞാൽ നമ്മൾ മരിച്ചിട്ടിരിക്കുന്നതല്ല, മരിക്കുന്നതിന് മുന്നേ മോക്ഷം അടഞ്ഞെന്നൊക്കെ പറയുന്നത് മരിക്കുന്നതിന് മുന്നേ മരണത്തെ ജയിക്കുന്നതിനാണ് മോക്ഷം എന്ന് പറയുന്നത്. എപ്രകാരം എന്നാൽ ആ ഭഗവാനെ